നമസ്കാരം. ഇറാനിലെ ഭരണം പിടിച്ചെടുക്കുക, അതല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുക. ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി. അതിനായി ഇറാൻ ജനതയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഭിന്നിപ്പുണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ആദ്യകാലത്തുള്ള ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യം നടക്കാതെ ആയതോടെയാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുത്തത്, ഒടുവിൽ സൈനിക നീക്കവും നടത്തിയത്. എന്തായാലും സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മുൻ CIA അനലിസ്റ്റ് ലാറി ജോൺസൺ. അതായത് ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിൽ ഇറാനുമേൽ ആണവായുധം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിച്ചിരുന്നു എന്നും, എന്നാൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെനിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഏതാണ്ട് മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുകയായിരുന്നു. ആണവായുധം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ട്രംപ് സൈനിക ഉപദേശകരോട് ചോദിച്ചിരുന്നു. ട്രംപ് ഈ ഓപ്ഷൻ, അതായത് ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിരുന്നുവെന്നും, എന്നാൽ ജനറൽ കെയ്ൻ അതൊരിക്കലും പാടില്ല എന്ന ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു.